சிவா எവിടെ போயிருந்த? நான் கடையில போயிட்டு வரேன். நீ எங்க போயிருந்த? நான் சும்மா பாறவோட பக்கத்துல சில் பண்றேன். வா. என்ன சாப்பிடுற? கடலை மிட்டாய். குடு. ஐயோ എന്നിട്ട് ശിവ എന്താ 500 കാണോ? 500 രൂപ കാണോ ശിവ? 500 രൂപ കാണാനില്ലേ? എവിടെ പോയി? സമാധാനിച്ച് അതിനകത്ത് കാണും. ഇല്ലടാ. എന്തുവാ? ഇല്ല. അയ്യോ അതിന്റെ ടെൻഷൻ ആവല്ലേ. ഇതണ്ട ഈ കവറിൽ കാണും. എടുത്തേ വാ നോക്ക്. ஐயோ இல்ல சிவா. ആന്റി എപ്രാളം പിടിക്കല്ലേ, നേരെ നോക്കിക്കേ. ஐயோ சிவா இதுக்குள்ள இல்ல. நான் இந்த பர்ஸ்ல தான் വെച്ചേ சிவா. പിന്നെ അന്ത പേഴ്സിൽ കാണുമല്ലോ. ആ അമ്മ എത്ര രൂപ തന്നേ? அம்மா வந்து 1000 ரூபாய் கொடுத்தாங்க. ആ ஆனா எனக்கு செலவானது 400 ரூபாய் தான். ആന്റി കണക്ക് പറഞ്ഞേ നോക്കട്ടെ. சொல்றேன். ആ காய்கறி வந்து 100, 100, ஜீரகம் 100, 200, இஞ்சி வெளுத்துள்ளி 50, 250, பழம் 100, 350. ആ കപ്പലണ്ടി മുട്ടായി 50. കപ്പലണ്ടി മുട്ടായി 50? ആകെ 3 ഉള്ളല്ലോ. ബാലൻസ് நான் சாப்பிட்டேன். ആ എന്നാലും എല്ലാം കൂടെ കൂട്ടുമ്പോ 400. ஆமா. ബാക്കി 100 ரூபாய் கிடைச்சது. 500 ரூபாயும் இருந்தது. அந்த 500 ரூபாய் நோட்டு காணோம் சிவா. അതെവിടെങ്കിലും പോയത് നമുക്ക് തപ്പാം. நான் அம்மாட்ட சொல்லி இருந்தேன் எனக்கு 500 போதும்னு. அம்மா தான் 1000 ரூபாய் கொடுத்தாங்க. 2 500 ரூபாய் நோட்டு. പോട്ടെ, സാരമില്ല, നമുക്ക് തപ്പി കണ്ടുപിടിക്കാം. ഇവിടെ എവിടെയെങ്കിലും പോയതായിരിക്കും. பார்க்கலாம். വാ வா. എപ്പോഴാണ് അവസാനം പേഴ്സ് എടുത്തേ? கடையில இருந்து வரும்போது. പിന്നെ കടയിലെങ്ങാനും அப்புறம் நான் கப்பலண்டி முட்டாய் சாப்பிட்டேன்ல. ഓ അരിപ്പറക്കി തിന്നപ്പോ എവിടെയെങ്കിലും அப்ப പോയതായിരിക്കും. இதுக்குள்ள போட்டேன். അതിലില്ലല്ലോ, വേറെ നോക്ക്. ബാ இந்த வழி. അന്ത വഴിയാ? ஆ. അമ്മമ്മ. കനകം, നീ ഇത് എത്ര നേരമായി പോയിട്ട്? ഇത് എവിടെ പോയിരിക്കുവായിരുന്നു ഇത്ര നേരം? அம்மா அது வந்து ആന്റി വന്നു. ആന്റി വന്നിട്ട് കുറച്ച് നേരമായി. പിന്നെ ഞാനാണ് ആന്റിയെ വിളിച്ചോണ്ട് വളവിലത്തെ കടയിൽ പോയതല്ലേ. എന്തിന്? അത് ആന്റി വന്നപ്പോ ഇങ്ങനെ കപ്പലണ്ടി മിഠായി കടിച്ചോണ്ട് വരുന്ന കണ്ടു. അപ്പം അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ആഗ്രഹം കപ്പലണ്ടി മിഠായി കഴിക്കണമെന്ന്. പക്ഷെ ആന്റിയുടെ കയ്യിൽ കപ്പലണ്ടി മിഠായി തീർന്നു പോയി. അപ്പൊ പിന്നെ കപ്പലണ്ടി മിഠായി വാങ്ങാനായിട്ട് ഞാൻ ആന്റിയുടെ കടയിൽ പോയി കപ്പലണ്ടി മിഠായി വാങ്ങി കഴിച്ചു വന്നു. അപ്പൊ എനിക്ക് വേണ്ടേ? എനിക്കാ? എന്റെ കപ്പലണ്ടി മിഠായോ? അതെന്തി? കപ്പലണ്ടി മിഠായി കഴിച്ചു തീർന്നു. ഓ, സ്വയം അങ്ങോട്ട് മൊത്തം അങ്ങോട്ട് കഴിച്ചു അല്ലേ? നല്ല വെച്ച് മിടുക്കി. എന്നിട്ട് സാധനം എല്ലാം വാങ്ങിച്ചോ? എല്ലാം വാങ്ങിച്ചു. കായ്ക്കറി 150, ജീരകം 150, പിന്നെ പഴം എത്രയായിരുന്നു? 100, എല്ലാം കൂടെ ചേർത്ത് 400. പിന്നെ മിഠായി 50, പിന്നെ അല്ലറ മറ്റേ ചിടുപിട് കിടുപിട് അതെല്ലാം കൂടെ 10, 200. വേറെന്താ? ഇഞ്ചി വെളുത്തുള്ളി 100, എല്ലാം കൂടെ ചേർത്തിട്ട് 900. ബാക്കി 100 വന്ന. ബാക്കി 100 രൂപയുള്ളോ? ആ ജീരകത്തിന് 150 രൂപയാ? ഉദ്ദേശിക്കുന്ന പോലെ അല്ല അമ്മൂമ്മ. ഇപ്പം ഇഞ്ചി വെളുത്തുള്ളിക്കൊക്കെ എന്താ വില എന്ന് വെച്ചിട്ടാ? തീ പിടിക്കണ വില. അതെ അതെ, കാട്ടുതീ വിലയാണ്. കറിയാൻറ്റി കണക്കൊന്നും കൂടെ പറഞ്ഞേ. അതെന്തിനു? ഞാൻ പറഞ്ഞില്ല, ഇനി തമിഴ് കേൾക്കണോ? ഞാൻ നിന്റെ അടുത്തല്ലല്ലോ ചോദിച്ചത്, ആന്റി അടുത്ത് പറയാനല്ലേ പറഞ്ഞത്. പറഞ്ഞേ ആന്റി, പറയാ ആന്റി, പറയാന്റി. அது காய்கறி 100, ஜீரகம் 100, இஞ்சி வெளுத்துள்ளி 50, பழம் 100. அம்மா 400 தான் ஆயிருக்கம்மா. எங்கிட்ட இருந்து 500 ரூபாய் தொலைஞ்சு போச்சம்மா. അത് ശരി. അപ്പൊ രക്ഷപ്പെടുത്താൻ നോക്കി ഞാൻ ആരായി? அம்மா என்ன மன்னிச்சிடுங்கம்மா. അയ്യേ കരയുന്നോ? അയ്യേ പോട്ടെ സാരമില്ല. പോയത് പോയി, കുഴപ്പമൊന്നുമില്ല. കരയാതെ എന്തിനാ കരയുന്നേ?
ഇതെന്തോന്ന് ഉത്സവപ്പറമ്പാ? 2 ദിവസം മനുഷ്യന്റെ കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ കട്ടിന്റെ അടിയിലെ അവസ്ഥ ഇതാണ്. ഉള്ള ചപ്പും ചവറും. കൊച്ചിനെയും കൊണ്ട് എന്താ എന്തോന്നത്? ഇതെന്തുവാന്ന് ചേച്ചിക്ക് അറിയാലോ. എനിക്കറിയാം. ഇതെന്താന്ന് നീ പറ. നല്ല കുറെ പേപ്പറുകൾ. ഈയാ, നല്ല കുറെ പേപ്പർ. ഞങ്ങളുടെ നാട്ടിലെ ഇതിനെ ചപ്പും ചവറെന്നാണ് പറയണത്. ആണോ? ഇതേ കൊച്ച് റോട്ടിൽ കൂടെ നടന്നു വരുമ്പോഴത്തേക്കുള്ള പേപ്പറൊക്കെ പെറുക്കിക്കൊണ്ട് വന്നിട്ട് തർക്കുത്തരം പറയണം. എന്താണ് വിഷയം? ഇതാണ് വിഷയം. ചേച്ചി കൊണ്ടുവരുന്ന പേപ്പറാ. ചേച്ചി കടയിൽ നിന്ന് വരുമ്പോ ബില്ല് കൊണ്ടുവരും. ഇത് ബില്ല. ചേച്ചി കടയിൽ പോയിട്ട് വരുമ്പോ കൊണ്ടുവരുന്ന ബില്ലൊക്കെ ചേച്ചി തന്നെ എടുത്ത് വെക്കാറുണ്ട്. ഇത് നീ റോട്ടിൽ നിന്ന് വരുമ്പോ പെറുക്കി കൊണ്ടുവരുന്ന സാധനങ്ങളാ. ഡേയ് എന്താണ് പ്രശ്നം? ഷോയാ? ചേച്ചി ഇടയ്ക്കിടയ്ക്കല്ലേ തൂക്കാൻ ഇറങ്ങുന്നേ. അപ്പൊ 10 ആൾക്കാരെങ്കിലും അറിയണ്ടേ. ഈ കൊച്ചിനെ ഉണ്ടല്ലോ, ഈ കൊച്ചിനെ ഞാനിന്ന് നിനക്ക് എന്തോന്ന് കയ്യെ പിടിക്കുന്ന. ആ കയ്യില് പിടിക്കും. അതിനിപ്പോ എന്താ അടിക്കണ? ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് മൂത്തവരെ. ഒന്ന് മാറി അവിടുന്ന്. അതിന്റെ കൊച്ചിന്റെ സ്വഭാവം ഉണ്ടല്ലോ. ചെറുത് അമ്മമ്മ ചെറുതിന്റെ സ്വഭാവമാണ് ഇവിടെ കിടന്ന് കാണിക്കുന്നത്. നീ മാറിക്കോ ഇതിന്റെ ഇടയിൽ. അവളോട് പറയാതെ അവളല്ലേ വേളോട് അങ്ങനെ ആദ്യം വന്നത്. ഇവളാണ് എന്നെ തല്ലിയത്. ചേച്ചി ആദ്യം തല്ലിയത്. കള്ളം പറഞ്ഞ അമ്മ 4 അടിதான் കൊടുക്കണം. അടി കൊടുക്കണോന്നാ? ആർക്കടി കൊടുക്കണോന്ന്? ഉനക്കുதான். എനിക്ക്? ആന്റി കൊള്ളാലോ ആന്റി. പിന്നെ എന്നെ ലച്ചു ഇത് ചിന്ന പുള്ളയെ പോട്ട് അപ്പടി അടിക്കറ? ചിന്ന പുള്ള എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഞാൻ ഒരു കാര്യം പറയട്ടാ, നിന്റെ അടുത്തൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഈ ജന്മം നന്നാവാൻ പോണില്ല. അറിയാലോ നന്നാവാൻ പോകുന്നില്ല, പിന്നെ എന്നിട്ട് പറയണത്. ലച്ചു, നീ ഇതിനെക്കാട്ടി എത്ര വയസ്സിന് മൂത്തതാ? നാട്ടുകാരറിഞ്ഞ എന്താ വിചാരിക്കോടി? നാട്ടുകാർക്ക് അറിയാം നമ്മുടെ അടുത്ത് എന്ത് പറഞ്ഞാലും നമ്മളത് കേൾക്കാൻ പോകുന്നില്ലെന്ന്. പിന്നെ കാണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയാണെന്ന് നാട്ടുകാർക്ക് അറിയാം. എല്ലാരും എനിക്കറിയാം. என்னது இது கிச்சன்ல யூஸ் பண்ற துணி தானே? കിച്ചണിൽ യൂസ് പண்ற തുണി മാറും കൂട്ടു. എന്റെ ഡ്രസ്സാണ് കിച്ചണിൽ യൂസ് പண்ற തുണി പോലും. உன்னோட ட்ரெஸ்ஸா? அப்படினா கொடு, நான் வாஷ் பண்ணி க்ளீன் பண்ணி கொடுக்கறேன். അയ്യോ വേണ്ട, ഞാൻ സഹിച്ചു. ഇനി വാഷ് പണി ക്ലീനൊന്നും ചെയ്യേണ്ടത്. അമ്മൂമ്മേ, ഞാൻ അവളെക്കാലം എത്ര വയസ്സിന് മൂത്തതാ, എന്നിട്ട് അവള് നോട്ടം നോക്കിക്കേ. അത് ചേച്ചി നോക്കിയോണ്ടാ ഞാനും നോക്കിയേ. ആഹാ, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നീ എന്നെ ചേച്ചി പോലും വിളിക്കത്തില്ലല്ലോ. അത് കുറച്ച് കഴിയേണ്ട ആവശ്യമില്ല. നിന്നെ എടുത്തോളാം. പാറു, നീ വന്നേ, അടുക്കളോട്ട് വന്നേ. ഓ കൊള്ളാം. തല്ലുണ്ടാക്കി 4 വഴിക്ക് പോയി. മനുഷ്യനാകപ്പാട് 2-3 ഡ്രസ്സേ ഉള്ളൂ. അത് കിച്ചണുള്ള യൂസ്ഫുള്ള ഡ്രസ്സ് ഒന്ന് കഷ്ടപ്പെട്ട് അലക്കി കൊണ്ടുവന്നിട്ട് ബാക്കിയുള്ള വിലയില്ലേ? கண்ணுக்கு மையழகு கவிதைக்கு பொய்யழகு கார்கூன்றல் பெண்ணழகு அவரைக்கு பூவழகு கண்ணுக்கு மையழகு கவிதைக்கு பொய்யழகு கார்கூன்றல் பெண்ணழகு அவரைக்கு நானழகு என்னது ஜீன்ஸ் தானே இது? கேஸோட கிழிஞ்சிருக்கு.
കൊതുകിനൊക്കെ എന്തൊരു സ്പീഡാ. പണ്ടൊക്കെ ആണെങ്കിൽ ഒറ്റടിക്ക് കിട്ടിയ. ഞാൻ നിന്നെ ഒന്നും ചെയ്യൂല. பாரு என்ன பண்ற? ബോറടിക്കാൻ ആന്റി, ഈ വെക്കേഷൻ വേസ്റ്റ് ആയതുപോലെ. போர் அடிக்குதா? உன்னோட ஃப்ரெண்ட்ஸ் எல்லாம் எங்க போச்சு? അവരവരുടെ അച്ഛൻ്റെ അമ്മയുടെയും വീട്ടിലൊക്കെ പോയി വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ. அப்படின்னா நீ ஒண்ணு பண்ணு, நீ தனியா விளையாடு. തനിയെ വിളയാടാനൊന്നും പറ്റത്തില്ല, കുറച്ച് ആൾക്കാർ വേണം. அப்படின்னா நான் ஒண்ணு சொல்லவா? நான் உங்க கூட விளையாடட்டா? ആന്റി എൻ്റെ കൂടെ വിളയാടാൻ വരുമെന്ന് എനിക്കറിയാം, പക്ഷെ ബാക്കിയുള്ളവർ അങ്ങനല്ല. அது என்ன பாரு நீ அப்படி சொன்ன? அவங்க உனக்கு வேண்டி என்னெல்லாம் ஹெல்ப் பண்றாங்க. പണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യായിരുന്നു, ഇപ്പൊ അങ്ങനൊന്നും ഹെൽപ്പ് ചെയ്യത്തില്ല. ഇപ്പൊ എന്റെ മിഠായി കട ഉണ്ടായിരുന്നെങ്കിൽ അത് നാട്ടുകാർ കത്തിച്ചേനെ. നാട്ടുകാരെ കത്തിക്കത്തില്ല, പക്ഷെ ചേച്ചി കത്തിക്കും. കത്തിക്കും. ആ കട ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കത്തിച്ചേനെ. എന്തോന്നടേ പിന്നെയും തുടങ്ങിയ രണ്ടും കൂടി. അമ്മായി, ഇനി ഇവളെ എന്റെ നേർക്ക് കൈ പൊക്കിയ ഇവളെ ഞാൻ ഏറെ കയറ്റി നോക്കിക്കോ. നല്ല കൊടുങ്കാറ്റ് വരുന്നുണ്ട്, വേണമെങ്കിൽ പിടിച്ചു തന്നോ, അല്ലെങ്കിൽ ഏറെ കൊണ്ടു. എന്താണ് ഒരു ചിരിയൊക്കെ? ഒന്നുമില്ല ലച്ചു. ഒന്നുമില്ല ലച്ചു. ഈടെയായിട്ട് ആന്റി എനിക്കെതിരെ തിരിയുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അതെ, ഞാനേ അലക്കി ഉണക്കിയെടുത്തൊരു ഡ്രസ്സ് കാണാനില്ല. അതിന് ഞങ്ങൾ എന്ത് വേണം? നിങ്ങളൊന്നും വേണമെന്നല്ല ഞാൻ പറഞ്ഞത്, അത് കണ്ടോന്ന് ചോദിച്ചതാ. ശിവ ചേച്ചി ബാ കളിക്കാം. പിന്നെ കളിക്കാൻ പറ്റിയ സമയമാണ്, പോ ചേർന്നു. കളിക്കാൻ സമയമൊക്കെ ഉണ്ടോ? എന്നാ പിന്നെ നോക്കിട്ട് പറയോ. ഇതൊക്കെ എന്തരടേ ചെയ്യാൻ. നീയും അനുഭവിക്ക്. ഇപ്പൊ വന്ന് ഒറ്റ എണ്ണത്തിന് അടുക്കളയിൽ കയറണമെന്നൊരു വിചാരമില്ല. എപ്പോ നോക്കിയാലും ഇതുപോലെ കൂട്ടം കൂടിയെന്ന് വർത്താനാ. அம்மா நான் வரேம்மா. നീ അതിന് എപ്പോഴും അടുക്കളയിൽ തന്നെ അല്ലയോ? ഇതെന്തോ ഈ കമ്പുമൊക്കെ ആയിട്ട്. அம்மா பின்னாடி இருக்கிற சப்பு குப்பை எல்லாமே பெருக்கி கூட்டிட்டு கத்திச்சிட்டு வந்தேம்மா. എല്ലാം കത്തിച്ചു കഴിഞ്ഞോ? ஆமா அம்மா முடிச்சாச்சு. എന്നാ ആ കമ്പെടുത്തേ ലച്ചുവിനും ഗൗരിക്കും ഓരോന്ന് കൊടുക്കും. எதுக்கு? രണ്ടും ഒരു വക പറഞ്ഞാ കേക്കത്തില്ല, അടുക്കളയിൽ കേറുന്ന സ്വഭാവം ഇല്ല. കൊടുക്ക് രണ്ടെണ്ണം. நிஜமா சொல்றீங்களா? ആ നിജമായിട്ട് തന്നെ സ്വന്നത്. ഒരെണ്ണം കൊടുക്കാൻ എന്റെ അങ്ങോട്ട്. അമ്മ വെറുതെ പറഞ്ഞത്. അമ്മ വെറുതെ ഒന്നും പറഞ്ഞതല്ല. பயந்துட்டாங்க. എന്റെ ഡ്രസ്സ് കാണാനില്ല. അമ്മമ്മ, ഞാൻ അലക്കി ഉണക്കിയെടുത്തതിന്റെ ഡ്രസ്സ് കാണാനില്ല. അത് പറഞ്ഞോട് ആരും കേൾക്കുന്നില്ല. മക്കൾ അകത്ത് ചെന്ന് നോക്ക്, അവിടെ എവിടെയെങ്കിലും കാണും. അവിടെ ഇല്ല. നീ എങ്ങാനും എടുത്തിട്ടുണ്ടെങ്കിൽ പാറു നിനക്ക് അടി കിട്ടുവേ. ഞാൻ എടുത്തിട്ടില്ല. അവൾ എന്തിനാ നിന്റെ ഡ്രസ് എടുക്കുന്നേ? എനിക്കറിയോ, എന്റെ ഡ്രസ്സ് ആകെപ്പാടെ 4-3 ഡ്രസ്സേ ഉള്ളൂ. ഞാൻ എടുത്തില്ല. வாங்கம்மா நம்ம போலாம். பாவம் பயந்துட்டாங்க. അമ്മായി, ഇന്നലെ അമ്മായി മോളിൽ ഡ്രസ്സ് ധരിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. അല്ല, അത് എടുത്തോണ്ട് വന്നപ്പോഴേ എന്റെ ആ ജീൻസ് എങ്ങനെ അതിൽ പെട്ടിട്ടുണ്ടോ? ഇല്ലടേ, ഞാൻ കൊണ്ടുവന്ന ഡ്രസ്സ് എല്ലാം മടക്കി വെച്ച്. അല്ല നിന്റെ ഡ്രസ്സൊന്നും ഇല്ല. അതല്ല മായി, എന്റെ ഒരു ടോപ്പ് മിസ്സിംഗ് ആയിരുന്നു. പക്ഷെ ടോപ്പ് ഇപ്പൊ കിട്ടി, കാരണം ഞാൻ അലക്കിയിട്ടില്ലായിരുന്നു. പക്ഷെ ഈ ജീൻസ് ഇപ്പോഴും കാണാനില്ല. ഞാൻ അലക്കുകയും ചെയ്തു. അതവിടെ എവിടെങ്കിലും നോക്ക്, കാണും. ഇല്ലെന്ന്. ആ കാറ്റത്ത് വല്ലതും പറഞ്ഞു പോയതായിരിക്കും. ആ സൈഡിൽ അങ്ങനെ നോക്കായിരുന്നില്ലേ? ഞാൻ ടെറസ് മുഴുവൻ അരിച്ചു പറക്കി, അവിടെ എങ്ങും എന്റെ ജീൻസ് ഇല്ല. സൺഷൈഡിൽ വരെ നോക്കിയിട്ടുണ്ട്. പുറത്ത് നോക്കിയോ?
ഓ എവിടെയൊക്കെ നോക്കിയെന്ന് അവിടെയൊന്നും ഇല്ല. ആ മതിലിന്റെ അപ്പുറത്ത് എടേ എല്ലായിടത്തും നോക്കിയടേ എവിടെയെങ്കിലും ഇല്ല. ഇത് ജീൻസ് അല്ല, അങ്ങനെ പറന്നൊക്കെ പോവോ? നല്ല കാറ്റുണ്ടായിരുന്നില്ലേ? എന്നാലും അങ്ങനെ കാണാണ്ട് പോവോ? പിന്നെ എന്തോ കാണാത്ത? അരമണിക്കൂറോണ്ട് ഞാൻ ചോദിക്കണം ജീൻസ് കാണാനില്ല ജീൻസ് കാണാനില്ല എന്ന്. എന്നിട്ട് എന്താ കാണാത്ത? നീ കണ്ടോള ജീൻസ്? ഞാൻ കണ്ടില്ലെന്ന് നേരത്തെ പറഞ്ഞില്ലേ. ചേച്ചി ചിലപ്പോ ചെന്നൈന്ന് കൊണ്ടുവന്ന് കാണത്തില്ല ജീൻസ്. എന്റെ പൊന്നു പാറു, ഞാൻ ചെന്നൈന്ന് കൊണ്ടുവന്ന് ഞാൻ എന്റെ കൈ കൊണ്ട് ഇവിടെ അലക്കിയിട്ട സാധനമാണ്. അതെവിടെ പോവാനാ? ചേച്ചിക്ക് തോന്നിയതായിരിക്കും അല കിട്ടുന്നത്. അത് ശരിയായിരിക്കും. അതെങ്ങനെ ശരിയായിരിക്കും? എന്റെ അമ്മായി, ഞാൻ ആ ജീൻസ് എടുത്തുകൊണ്ടുവന്ന് അലക്കുന്നതിന് മുന്നേ 2 പോക്കറ്റും തപ്പി നോക്കി എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാനായിട്ട്. അപ്പൊ ഞാൻ തപ്പിയപ്പോഴത്തേക്ക് ഞാൻ ചെന്നൈയിൽ നിന്ന് ഫുഡ് കഴിച്ചൊരു ബില്ല് കിട്ടി. ആ ബില്ല് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. എന്താ കഴിച്ചേ? ബീഫാണോ ചിക്കനാണ്? ഇല്ല, 2 ആന മുട്ട. ഇനി വരുമ്പോ ഞാൻ കൊണ്ടുതരാം. ഓക്കെ, എന്തൊക്കെ അറിയണം? ആന കാര്യം പറയുമ്പോഴാ ചേനക്കാര്യം. ഇനി ഏത് സമയം നോക്കിയാലും എല്ലാം കൂടെ വർത്താനം മാത്രമേ ഉള്ളൂ. വർത്താനത്തിന്റെ ഇടയ്ക്ക് എല്ലാം കൂടെ അടി വെക്കുന്നതും കാണാം. എന്തൊരു കഷ്ടമായത്. അമ്മൂമ്മ എന്തിനാ അമ്മൂമ്മ ഈ ഡയലോഗ് പറയാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് അടുക്കളയിൽ നിന്ന് ചാടി ഇങ്ങോട്ട് വരുന്നേ? എന്നാ പിന്നെ ഇത് അവിടെ തന്നെ എന്ന് പറഞ്ഞാ പോരെ, ഞങ്ങള് കേൾക്കൂലേ? എങ്ങനെ വരാതിരിക്കും? മനസമാധാനമായിട്ട് അവിടെ നിന്ന് ജോലി ചെയ്യാൻ സമ്മതിക്കണ്ട നീയൊക്കെ. അമ്മൂമ്മ പറഞ്ഞ ശരിയാ. ചിലവരുടെ സ്വഭാവം നിൽക്കുന്ന നിപ്പിലല്ലേ മാറുന്നേ. ആ, അടുത്ത ആള് ചൊറിഞ്ഞു തുടങ്ങിയല്ലോ. എന്റെ അമ്മായി, എനിക്ക് പറ്റുന്ന അബദ്ധം എന്താണെന്നറിയോ? അബദ്ധങ്ങൾ മാത്രം പറ്റുന്നുണ്ട്. അതിൽ ഏത് അബദ്ധമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാൻ പറ്റും. ഇത് ചെറുതാണെന്നൊക്കെ വിചാരിച്ച് ഇതിനെ വെറുതെ വിടുന്നതാണ് എനിക്ക് പറ്റുന്ന അബദ്ധം. അമ്മൂമ്മ എന്നെ വിളിക്കണ്ട. അയ്യേ ചേച്ചി ചമ്മിപ്പി. മിണ്ടായിരുന്നോട്ടോ, അല്ലെങ്കിൽ ഞാൻ ചമ്മന്തിയാക്കും. കഴിഞ്ഞ 1.5 മണിക്കൂറായിട്ട് ഒരുത്തി ഇവിടെ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഡ്രസ്സ് കാണാനില്ല എന്ന്. ഒന്ന് മൈൻഡ് ചെയ്യടേ ആരെങ്കിലും. ഓ, ഇനി നിന്റെ ഡ്രസ്സ് കാണാത്തതിന്റെ പേരിൽ ഞങ്ങൾ എന്താ നെഞ്ചത്തിടിച്ച് കരയണോ? എടാ, അവിടെ കാര്യം നോക്കണേ. വേണ്ട, കരയണ്ട. ഇവിടെ ആരും ഒന്നും ചെയ്യാൻ വേണ്ട. എല്ലാവരും കേട്ടോണം, ഞാൻ ചെന്നൈയിൽ നിന്ന് കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് അലക്കിയിട്ട എന്റെ ജീൻസ് ആണ് കാണാണ്ട് പോയത്. അത് കിട്ടിയില്ലെങ്കിൽ ഇവിടെ പലവരുടെയും ഡ്രസ്സ് കാണാണ്ട് പോവും. അതെന്ത് വർത്താനോ അത്? ആ, ഇതന്യായം. என்ன இங்க பிரச்சனை? അയ്യോ, നിലവിൽ ഒരു പ്രശ്നേ ഇല്ല. ഇനിയിപ്പോ എല്ലാരും കൂടെ വന്ന് പ്രശ്നം ഉണ്ടാക്കാതിരുന്നാ മതി. അത് തന്നെ, എല്ലാരും അവരവരുടെ കാര്യം നോക്കി പോയേ. അതന്നെ, ചേച്ചി അടുക്കളയിൽ പോ. എന്റെ ഡ്രസ്സ് ആരോ മനഃപൂർവ്വം എന്നെ കളിപ്പിക്കാൻ വേണ്ടി ഇവിടെ എടുത്ത് മാറ്റി വെച്ചേക്കുവാണ്. ഡ്രസ്സ് കിട്ടിയില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. ഇവിടെ എല്ലാവരും ചെവി നുള്ളിക്കോ. ജീൻസ് കിട്ടിയില്ലെങ്കിലാണ് എന്റെ തനി സ്വഭാവം ഇവിടെ എല്ലാവരും അറിയാൻ പോകുന്നത്. അത് ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ എടുത്ത് കൊടുക്ക വെക്ക്, അല്ലെങ്കിൽ മനുഷ്യർ ചെവിതല തരത്തില്ല. ആ, ഞാൻ എടുത്തു. എനിക്ക് ഇടാൻ വേണ്ടിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എന്നാ പിന്നെ എടുത്ത് കൊടുത്തോടെ. വലിയ ചോരെണ്ണം ഞാനങ്ങ് വെച്ചേരും കേട്ടാ. ഞാൻ എന്നാ പിന്നെ വല്ല കുഴിപ്പുറത്തും പോവുകയാണെങ്കിൽ സമാധാനം വേണം. എന്റെ ദൈവമേ, ഇതെന്തൊരു കഷ്ട. ഒരു തരത്തിലും ഒരു സമാധാനം തരത്തില്ല. എങ്ങനെ ഇവിടെ ജീവിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കിച്ചണിലോട്ടാണോ? ആ, അതെ. ആ, ഞാനും പറഞ്ഞ. பாரு, இவங்க எந்த ட்ரெஸ் பத்தி பேசிட்டு இருக்காங்க? ചേച്ചി ചെന്നൈന്ന് വന്നപ്പോ ഒരു ജീൻസ് കൊണ്ടുവന്നു, അത് കാണാതായി. ஜீன்ஸா? അത് ചേച്ചി നേരത്തെ പറഞ്ഞില്ലേ? என்ன கலர் பாரு அது? ബ്ലൂ കളർ ആണെന്ന് തോന്നുന്നു. ப்ளூனா லைட் ப்ளூவா டார்க் ப்ளூவா? ഡാർക്ക് ബ്ലൂ. ഒരു കീറി പറഞ്ഞ മോഡലാണ്. ഇത് കാണാതെ പോയത് തന്നെ നല്ലത്. എന്താ ആന്റി? എന്താ? ஒன்னும் இல்ல பாரு. കൊച്ചിതൊക്കെ ഞാൻ കഴുകിട്ടേക്കുന്ന ഡ്രസ്. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടാ. എന്തോന്ന് കാണിക്കണേ? എന്റെ ജീൻസ്. പിന്നെ നിന്റെ ജീൻസ് എങ്ങനെ ഇതിന്റെ ഇടയിൽ വരണത്? എങ്ങാനും വന്നാലോ? ഇറങ്ങി വലിച്ചിടല്ലേ. ഞാൻ കഴുകിട്ട് ഉണക്കി മടക്കി വെച്ച ഡ്രസ്സാണിത്. ഇറങ്ങി പോ 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 പോ. ചേച്ചി എന്റെ ജീൻസ് അതിനകത്തുണ്ടോ നോക്കി. പോ കൊച്ച, അതിന്റെ അതൊന്നും ഇല്ല നിന്റെ ജീൻസ്. നീ മുറി കയറിയണ്ടല്ലോ. പോയി ഞാൻ. ചേച്ചിക്ക് അറിഞ്ഞൂടാ, ഞാൻ കഷ്ടപ്പെട്ട് സ്വരുക്കൂട്ടി വെച്ചിരുന്ന പൈസ കൊണ്ട് ആഗ്രഹിച്ചു വാങ്ങിച്ച ജീൻസ് ആണ്. 1800 രൂപയായിന്ന്. എന്ന് പറഞ്ഞാൽ അത് എന്റെ തുണിയുടെ ഇടയിലാണ് തപ്പണത്. തപ്പണ്ടേ പിന്നെ? എന്തോ നീ ജീൻസിന്റെ പ്രശ്നം ഇതുവരെ തീർന്നില്ലേ? എന്റെ കൊച്ച, നിനക്ക് വേണമെങ്കിൽ ഞാൻ വേറെ ഒരെണ്ണം മേടിച്ചിരുന്നു. നീ ഒന്ന് അടങ്ങ ആദ്യം. എടേ, എന്നിൽ പാച്ചൊക്കെ ഉള്ള 2-3 ജീൻസ് ഉണ്ട്. അത് വേണമെങ്കിൽ നിനക്ക് തരാം.
അത് കൊടുക്കുകയാണെങ്കിൽ പകുതി കട്ട് ചെയ്തിട്ട് കൊടുക്ക്. ഞാൻ ഈ കൊച്ചിനെ വല്ലതും ചെയ്യും ഞാൻ. വേണ്ടേ, എനിക്ക് അത്ര ആഗ്രഹിച്ച് ഞാൻ വാങ്ങിയ ജീൻസ് ആണ് അമ്മായി. അതിന്റെ വിഷമം അമ്മായിക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. എടേ, നീ ചെന്നൈന്ന് വന്നപ്പോ കൊണ്ടുവന്ന ജീൻസ് അല്ലേ? ഓ. നീ കഴുകിയിട്ട ജീൻസ് അല്ലേ? ഓ. അപ്പൊ അത് ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. ഇല്ല, ജീൻസ് ഇറങ്ങി അങ്ങ് നടന്നുപോയി. എന്റെ അമ്മായി, ഈ വീട്ടിൽ തപ്പാനായിട്ട് ഇനി 1 ഇഞ്ച് സ്ഥലം ബാക്കിയില്ല. ഞാൻ എല്ലാ മുറി, കിച്ചൺ മുറി, ടെറസ് വരെ തപ്പി. ചേച്ചിയുടെ അലമാര തപ്പി, ഇവളുടെ അലമാര തപ്പി, അമ്മയുടെ അലമാരയിൽ തപ്പി. എന്റെ അലമാരയില് നീ തപ്പീന്നാ? ആരെടുത്ത് ചോദിച്ച എന്റെ അലമാര തുറന്ന? പിന്നെ ജീൻസ് കിട്ടണ്ടേ? നീ എന്തിനാ എന്റെ അലമാര തുറന്ന? അമ്മയുടെ അലമാരയിൽ ഞാൻ തപ്പി. എനിക്ക് കിട്ടാനില്ല എവിടെയും. വളരുണ്ടല്ലോ. എന്റെ കൊച്ചെ, നീ ഒന്ന് അടങ്ങ്. നിനക്ക് ഞാൻ വേറെ മേടിച്ചതാന്ന്. പറ്റില്ല പറ്റില്ല പറ്റില്ല. വേണ്ടേ, എല്ലാവരും കേൾക്കാൻ വേണ്ടി ഞാൻ പറയുവാണ്. ഞാൻ കഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് സേവ് ചെയ്ത് വെച്ച പൈസ കൊണ്ട് വാങ്ങിയ ജീൻസ് ആണ് ഇവിടെ കൊണ്ടുവന്നിട്ട് കാണാണ്ടായിട്ടുള്ളത്. എന്നെ കളിപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും എടുത്ത് മാറ്റി വെച്ചിട്ടുള്ളതാണെങ്കിൽ ഇപ്പൊ ഈ സെക്കൻഡിൽ എനിക്ക് എടുത്തോണ്ട് തന്നോ. ഞാനായിട്ട് എങ്ങാനും കണ്ടുപിടിച്ച സീൻ പിന്നെ മാറും. ഇവിടെ വേറെ വേറെ സീനായിരിക്കും ഇവിടെ. എന്റെ ശിവ, നീ ഒന്നും മിണ്ടാതിരിക്കോ? നിന്റെ ഈ വഴക്ക് കാരണം അടുക്കള കടു പൊട്ടുന്നില്ല. നിനക്ക് വേണമെങ്കിൽ ഞാൻ 1 or 2 ജീൻസ് മേടിച്ചു തരാം. നീ നടക്ക്. ചേച്ചിക്ക് 1000 ജീൻസ് വാങ്ങിച്ചു കൊടുത്താലും ചേച്ചിക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. ആ ജീൻസ് തന്നെ വേണം ചേച്ചിക്ക്. ഇതിപ്പം നീളേം പോവൂല, കുറുകേം പോവൂലാത്ത അവസ്ഥയാണല്ലോ ശിവ. മക്കളെ ശിവ, ജീവിതം അങ്ങനെയാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന സാധനം എപ്പോഴും നമ്മളെ കയ്യിൽ ഉണ്ടാവണമെന്നില്ല. അത് കിട്ടിയേ മതിയാവുമെന്ന് വിചാരിച്ചിരുന്ന അങ്ങനെ അങ്ങ് ഇരുന്നു പോവും. എന്താ ഫിലോസഫി? താങ്ക് യു അമ്മായി. ഞാൻ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന് അലക്കിയിട്ട ജീൻസ് അമ്മായി, അത് എവിടെ പോണെന്ന് എനിക്ക് അറിയണം ഇപ്പൊ. ചേച്ചി അങ്ങനെ ഒരു ജീൻസ് വാങ്ങിച്ചിട്ടില്ലെന്ന് ചിന്തിക്ക്. അത് കൊള്ളാലോ. എന്നാ ഞാനൊരു കാര്യം ചെയ്യാം. പാറുവിന് ഇവിടെ കുറെ ടോയ്സ് ഇല്ലേ? ഉണ്ട്. ഞാൻ ഇതൊക്കെ കൂടെ എടുത്ത് കളയാം. എന്നിട്ട് ഞാൻ പാറുവിന്റെ അടുത്ത് പറയാം പാറുതൊന്നും വാങ്ങിച്ചിട്ടില്ല എന്ന് ചിന്തിക്കാൻ. പാറു ചിന്തിക്കോ? ഇല്ല. ചിന്തിക്കില്ലല്ലോ. പിന്നെ വായം വെച്ചോണ്ട് മിണ്ടാണ്ടിരുന്നോണം. അല്ലെങ്കിലും ഇവിടെ ഇങ്ങനെയാണല്ലോ. എന്റെ ഒരു ആവശ്യം വന്നാൽ എനിക്കൊരു സാധനം കാണാനില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ആർക്കും ഒരു കുലുക്കവും ഇല്ല. വേറെ ഇവിടെ ആരുടെങ്കിലും സാധനം പോയാൽ ഞാനിവിടെ ചത്ത് കിടന്നപ്പോ അത് കണ്ടുപിടിച്ചാൽ ഞാൻ ഇരിക്കത്തുള്ളൂ ഇവിടെ. എന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ, ജീൻസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവാണ്ട് ശിവ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങില്ല ഇവിടെ. അവിടെ നിന്നോ? അനങ്ങണ്ടോ? പിന്നെ നിക്കണേ. നിന്നോ? അനങ്ങണ്ടോ? ആഹാ, എവിടെയായിരുന്നു? കലാപരിപാടി തുടങ്ങിയപ്പോ കണ്ടില്ലല്ലോ. കാണില്ലല്ലോ. വേറെ ആരുടെ കാര്യമാണെങ്കിൽ ആന്റിക്ക് വല്ലാത്ത ശുഷ്കാന്തിയാണ്. ഞാൻ ഇവിടെ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കും എന്റെ ജീൻസ് കാണാനില്ല, എന്റെ ജീൻസ് കാണാനില്ല എന്ന്. ആന്റിക്ക് ഒന്ന് നോക്കാൻ തോന്നി. ആന്റി ഇങ്ങനെ നിക്കണ? എന്താ കനകം? ശിവാവോட ജീൻസ് എനിക്ക് കിടച്ചാച്ച്. കിടച്ചാ? എവിടെ? എടുത്തു കൊടുക്കാനേണ്ടി. അതേ എടുത്ത് കൊടുക്ക, അവർക്ക് സമാധാനാവട്ടെ. അത് തന്നെ എടുത്തു കൊടു. എന്തോന്നിത്? ഇതെന്നെ നിക്കറാണോ? ഇതെന്തോന്നിത്? அது வந்து சிவா, நான் குப்பையெல்லாம் எரிக்க பின்னாடி போயிருந்தேன். அப்போ இந்த ஜீன்ஸ் அங்க கடந்தது. நான் பார்த்தப்போ அதுல நிறைய ஓட்டையெல்லாம் இருந்தது. அப்ப நான் நினைச்சேன் அது வேஸ்ட்னு. அப்ப நான் அதை எரிச்சிட்டேன் தெரியாதனமா. சாரி. மதுரை மீனாட்சி அம்மா, சத்தியமா தெரியாம பண்ணினேன். ശിവ, എന്നാ പിന്നെ ഞാൻ വേറെ ഒരെണ്ണം പുതിയത് മേടിച്ചു തരട്ടെ?